ഫുള്ള് കച്ചറയാണ്. പിന്നെ ടൈമില്ല അവർക്ക്. രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകണത് ഇവിടെ ഒന്ന് എങ്ങനെ പോയി 10-11 മണിയാവും രാത്രിയായിട്ട്. പറഞ്ഞമാര് വെറുതെ അല്ല പറഞ്ഞത്, ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഫുള്ള് കൗട്ടടി വരികയാണ്. നമുക്ക് എന്തായാലും നടക്കില്ല. നമ്മുടെ പറമ്പിൽ ഈ വേറെ എല്ലാവരും വന്നിട്ട് കൗട്ടടിച്ചാൽ നമ്മൾ ഇവിടുത്തെ വിടും. ഇതേപോലെ ഒരു സമയത്ത് ആ കപ്പക്കാട്ടിനകത്ത് ഒരു പെണ്ണ് 4 ചെക്കന്മാരും വെളുപ്പങ്ങനെ 4 മണിക്ക് വെള്ളം അടിച്ചുകൊണ്ട് പാട്ടിട്ട് കൂത്തടിച്ചോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് എൻ്റെ വീട്. എന്താ സൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കിടന്ന കലാപ. ഇതിനിടയ്ക്ക് നമ്മൾ കയറി ചെന്ന് എല്ലാത്തിനും ഓടിച്ചു വിട്ടു. അന്ന് ഇവിടുന്ന് പോയതാ. അന്നോട് ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇവിടെ ഒരാളും പറഞ്ഞ വെച്ചിട്ട്. പിന്നെ ആൾക്കാർ വന്നു, ഞങ്ങൾ വിട്ടു. ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് പോയി നോക്ക്. ഈ 2-3 കഴിഞ്ഞ ആഴ്ച ഫുള്ളും മഴയുണ്ടായിരുന്നു. ഈ മഴയത്ത് വേസ്റ്റ് കവർ നമ്മൾ മഴ വെള്ളമായിരിക്കും കവർ ഇടുമല്ലോ, നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ആ കവർ അവിടെ നീ പോയി നോക്ക്. ഒരു വണ്ടി മൊത്തം ഉണ്ട് അവിടെ. എല്ലാ ഞായറാഴ്ച ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ പോയിട്ട് അവിടെ നിന്ന് ആ വേസ്റ്റ് പറക്കി കൊണ്ടേ കളയുക. ഇവർ പിന്നെയും വന്നിടുക, ഞങ്ങൾ കൊണ്ടേ പറക്കി കളയാം. മര്യാദയ്ക്ക് പോകുന്നവർ ഒരു വിഷയമല്ല, പോകുന്നതുകൊണ്ടും അവിടെ കറങ്ങണോണ്ടും ഒരു വിഷയമല്ല. ഈ പോയിട്ട് വേസ്റ്റ് ഇടുക, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക, വെള്ളം അടിക്കുക, എന്നിട്ട് അടുത്ത പറമ്പ് കൂടെ ഇറങ്ങുക. നിങ്ങൾ ഈ വഴി കൂടെ വന്നു വെച്ചാൽ നമ്മളെ മിരട്ടാൻ വരിക, തല്ലാൻ വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് രാവിലെ ഫോറസ്റ്റുകാർ പോലീസുകാർ വന്നു. കഴിഞ്ഞ ദിവസം ഉച്ചവരെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ വൈകുന്നേരം ഇനി വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും പോലീസുകാർ വരും. 5-6 മണിക്ക് മുകളിൽ നിൽക്കുന്ന വണ്ടിക്കാർക്ക് എല്ലാവർക്കും പെറ്റി അടിച്ചു വിടുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മൊത്തം ചെയ്ത് ഈ വെള്ളിയാഴ്ച തൊട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ ഇനി ആരും വരണ്ടെന്ന് പറയുന്നത്. ഇനി മുതൽ ആരും വരണ്ട. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ നല്ല രീതിയിൽ പോണേ. ഈ മണ്ണാർക്കാട് ഇവിടെ അങ്ങോട്ട് വരാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ പോണേ. അവിടുന്ന് അമ്മമാർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിൽക്കണമാർ ആരാന്ന് നമുക്ക് അറിയില്ല. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ആ ചേട്ടാന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നീ ആറാന്ന് കന്നുകാലികൾക്ക് ചത്തുപോവാണേ. 3 പശു ചത്തിട്ടുണ്ട്, ഒരു മാടും ചത്തിട്ടുണ്ട് ഈ വേസ്റ്റ് കഴിച്ചിട്ട്. മാടില് ചത്തില്ല, ആട് പശുവൊക്കെ ചത്തിട്ടുണ്ട്. എൻ്റെ ഒക്കെ 4 എണ്ണം ഈ വേസ്റ്റ് മാത്രം കഴിച്ചു, പ്ലാസ്റ്റിക് കഴിച്ചു. ഡോക്ടർമാരൊക്കെ വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഒന്നുമില്ല, ഇൻഷുറൻസ് ചെയ്താൽ കൊണ്ട് എന്തോ 10 കിട്ടി. ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ ഫാമിലി ആയിട്ട് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഈ ഫാമിലി ആയിട്ട് പറഞ്ഞൊരു വേസ്റ്റ് അവിടെ ഇടണേ. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ബാഗ് ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ബാഗ് കഷത്തിൽ വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചൂടെ, ഇവിടുന്ന് കൊണ്ടുപോയ സാധനം മൊത്തം അവിടെ ഇറക്കിയിട്ടാണ് അവരിങ്ങോട്ട് പറഞ്ഞതെന്ന്. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞാൽ ഈ കാട് മൊത്തം ഗുഹകളാണ്. ആ വ്യൂ പോയിന്റ് ഉള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ എല്ലാ സ്ഥലം സ്പോട്ടാണ്. ഞങ്ങളാ പോലും അറിയാത്ത സ്പോട്ടുള്ള സ്വന്തം നാട്ടിൽ വന്നിട്ട് സ്വന്തം നാട്ടിൽ ഞങ്ങൾ പോലും ഇടാത്ത സ്പോട്ട് ഒന്ന് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഈ താഴേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ മലയ്ക്ക് പോകണം. നിങ്ങൾ ആലോചിച്ചത് അപ്പുറത്തെ മല ഇപ്പുറത്തെ സ്ഥലം കണക്ഷൻ ഇല്ലാത്തൊരു വഴിയായിരുന്നു. ഇപ്പൊ അവിടെ കൂടെ വഴി അടക്കേ. ഈ കാണുന്ന റോഡ് ഇങ്ങനെ പോണത് ആ വ്യൂ പോയിന്റ് വരെ ഉണ്ട്. ഇതേപോലെ പുല്ലുമില്ലല്ലോ ഒന്നുമില്ലാതെ ഈ വഴി മാത്രം ഇങ്ങനെ കാണാം. നോക്കിയാൽ മതി. ആ കുപ്പിന്റെ വെയിൽ തന്നെ 3 ദിവസം കഴിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കുറച്ച് കഴിച്ച് അത്ര വിലപിടിപ്പുള്ള കുപ്പിയൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ട് നിർത്താം. ആ ഭാഗത്തൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പച്ചക്കറി എന്തോ അതൊക്കെ നശിപ്പിക്കുകയാണ്. രണ്ടുപേര് രാവിലെ തൊട്ട് കയറുന്ന പണിയെടുക്കുന്നത്. ചെറുതാനി കൃഷിയാണ്, മൊത്തം ചെറുതാനി കൃഷിയാണ്. കായ്, ചാമ, കോര, താഴെ പോയിരിക്കും. ഒരുത്തൻ എവിടെ ഇങ്ങനെ നോക്കണ്ടാവും. അവൻ മുകളിൽ നിന്നിട്ട് അടുത്ത് ഇങ്ങനെ നിൽക്കണ്ടാവും. ഷർട്ടൊന്നും ഇടാതെ പനിയൊന്നും ഇടാതെ ഇങ്ങനെ നിൽക്കണ്ട. ആകാശം കാണിച്ച് ഇങ്ങനെ ബോഡിയും കാണിച്ചിട്ട് നിൽക്കുന്നതിനകത്തറിയോ ഈ ഇട്ടിങ്ങനെ ചാമയ്ക്കകത്ത് ചോളത്തിനകത്താ. ഈ ഇട്ടിങ്ങനെ ചാമ ചോളത്തിനകത്ത് ചവിട്ടി നിന്നിട്ട് ഈ കിടന്ന് കാണിക്കണേ. ഞങ്ങള് പോലും കൃഷി ഇറങ്ങുമ്പോ ചെരുപ്പിടില്ല. ഒരു ചീര പറിക്കാണെങ്കിൽ ഒരു കള എടുത്ത് കളയാനാണെങ്കിൽ ചെരുപ്പിട്ട് കയറില്ല. ഇവന്മാര് ചെരുപ്പിടും, ഷൂ ഇട്ട് അതിനകത്ത് മൊത്തം കയറുമ്പോ എങ്ങനെ ഉണ്ടാവും? അവസാനായി ഇനി ആരും വരണ്ട. നിങ്ങൾക്ക് വെച്ചാൽ പോടാ കണ്ട വ്യൂ പോയിന്റ് പോകുന്നവര് ശ്രദ്ധിച്ച് പോവുക, സൂക്ഷിച്ചു പോവുക. ഇന്ന സമയം കൊണ്ട് നേരത്തെ പറഞ്ഞ ആനയുണ്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി വെച്ച ആ ലൈറ്റ് കണ്ടോ? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 6 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിരുന്ന ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം അടിച്ചു പൊട്ടിച്ചിരിക്കുക. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സാധനം അത് ഞങ്ങളുടെ പൈസ മുടക്കിയിട്ട് ഞങ്ങൾ പോയി വല്ലാണ്ട് അടുത്ത് കീഴിൽ പോയി പണിയെടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചപ്പോൾ എറിഞ്ഞു പൊട്ടിക്കുക, അടിച്ചു പൊട്ടിക്കുക, ബൾബ് പോലും ഇല്ല. അതിപ്പോ കത്തണ പോലും ഇല്ല. അതിന്റെ 10,000-2,000 രൂപ ഇവിടെ വന്ന് വ്യൂ പോയിന്റ് കറങ്ങണമാർക്ക് കുഴപ്പമില്ല. വണ്ടി അവിടെ നിന്നിട്ട് ഈ അട്ടക്കാട്ടി കയറി പോകും. ഇന്ന് ഞാൻ നോക്കിയപ്പോ ഇന്ന് കുറച്ച് ആൾക്കാർ വണ്ടി അതിന്റെ മുകളിൽ കൊണ്ടുവരുത്തിട്ട് കയറി പോകാൻ വേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങൾ ഓടിച്ചു വിട്ടോളൂ. കുറച്ച് ബൈക്കുകാര് വണ്ടി ഇവിടുന്ന് വേണ്ട ഇവിടുന്ന് താഴെ പോകണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും വണ്ടി അവിടെ കൊണ്ടിട്ട് അങ്ങോട്ട് കയറുക ആ മലക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ. ആ ഇത് കൂടെ ഈ വഴി കൂടെ കാണണം, ഈ റോഡ് കൂടെ ഏതെങ്കിലും മതി ആൾക്കാർ കയറണം. ഇത്
രാവിലെ വന്നു 4 ബസ് വന്നു. ഒരു ബസ് താഴെ തന്നെ പുറത്തേക്ക് തിരിച്ചു വിട്ടു, 3 ഇവിടെ വന്നിട്ട് തിരിച്ചു വിട്ടു. പറഞ്ഞു ഒഴിവാക്കിയാൽ മതി. ചില ആൾക്കാർ ഞാൻ ആദ്യം പറയണ്ടേ വേണ്ട ടൂറിസ്റ്റ് ഇത് സംഭവം നടക്കില്ല വിട്ടോ ശരിയാവില്ല എന്ന് പറയണ്ടേ. രാത്രി 9:30 ടൈമില് അപ്പൊ അവര് എന്നിട്ട് ഞങ്ങള് പോവാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ കേട്ടു ഇറങ്ങി പാടാ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് കുറച്ചാൾക്കാരെ ഒക്കെ ലെക്ക് കിട്ടിട്ട് തന്നെ കാര്യം, അല്ലാതെ ഇപ്പൊ അല്ലാതെ വേറൊന്നുമല്ല. ഒരാള് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ബാധിക്കുകയാണ്. എല്ലാവർക്കും ബാധകമാണിത്. അപ്പൊ നമ്മൾ വന്ന അന്യ സ്ഥലത്ത് വന്ന് ഒരു തെറ്റ് കഴിക്കുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബാധിക്കും. അപ്പൊ നിങ്ങൾ പറയാം, നമ്മൾ പറയും നമ്മളെ നാട്ടിൽ വന്നിട്ട് എല്ലാരും അത് പറയും ഇന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല, പാടില്ല, ഇങ്ങനെ പ്രശ്നമാണ്, ഒക്കെ ബുദ്ധിമുട്ടാവും. നമ്മളൊക്കെ ഒഴിഞ്ഞങ്ങ് പോകും. ചിലവർക്ക് മനസ്സിലാവില്ല. അതാണ് ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവും മരുന്നും കിട്ടിട്ട് എറണാകുളം, മലപ്പുറം എല്ലാം ഒക്കെ ഉള്ള വരുന്ന ആൾക്കാരല്ലേ. ഇതേപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അലമ്പായിട്ട് ഇടാനാണ് പ്ലാൻ. ഇതേപോലെ നാട്ടുകാരെ വെറുപ്പിക്കാനാണ് പ്ലാൻ. ഫോറസ്റ്റുകാർ ഫൈൻ ഇടുന്നുണ്ട് എന്നാ പറയണത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അവിടെ നാട്ടുകാരായിട്ടും അതേപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടാതെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക.